അത്യാവശ്യം പഴയ എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. ഒരു മിഡിൽ ക്ലാസ് വീടിൻ്റെ മുക്കും മൂലയും ഒട്ടും ഫാൻസി അല്ലാണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. സാധാരണ ഇങ്ങനെ വീക്കെൻഡ് വീട്ടിലൊക്കെ വരുമ്പോൾ രാവിലെ എണീക്കുക, അമ്മ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മണോ അല്ലെങ്കിൽ കുക്കറിൻ്റെ വിസിലോ അല്ലെങ്കിൽ നല്ല കാപ്പിയുടെ മണോ ഒക്കെ കേട്ടിട്ടായിരിക്കും. എന്ന് പതിവില്ലാണ്ട് നേരത്തെ എണീറ്റു. ഞാനിപ്പോൾ അമ്മയുടെ കൂടെ ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പം എനിക്ക് അടുത്ത് അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോഴൊക്കെയാണ് നമുക്ക് ഈ ഒരു റിയലൈസേഷൻ വരുന്നത്. അതായത് നമ്മൾ ഈ ഇത്രയും തിക്കും തിരക്കും ബഹളമുള്ള ഇടത്തൊക്കെ ജോലി ചെയ്തിട്ട് ഇതുപോലെ വീക്കെൻഡ് വീട്ടിലേക്കൊക്കെ വരുമ്പോൾ ഇത്രയും പീസ്ഫുള്ളായിട്ട് ഇതുപോലെയൊക്കെ നിൽക്കുമ്പോഴാണ് ഈ സന്തോഷവും സമാധാനമൊക്കെ ഇവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവണേ. ഇങ്ങനെ ഈ വിറകടുപ്പിൽ വെന്ത ചോറിന് ഒരു പ്രത്യേക സ്വാദുണ്ടെന്ന് മനസ്സിലായത് നമ്മൾ ഹോസ്റ്റലിലേക്കൊക്കെ മാറി അവിടെ മറ്റേ കുക്കറിലൊക്കെ വേവിച്ച പകുതി വേവുള്ള ചോറൊക്കെ ഉണ്ട് തുടങ്ങിയപ്പോഴാണ്. ഈ അരി ഇങ്ങനെ വെന്ത് വരുമ്പോൾ അടുക്കളയിൽ നിറയുന്ന ആ ഒരു പുകയും വെന്ത് വരുന്ന ആ ചോറിൻ്റെ ഒരു മണവും അതൊക്കെ സ്പെഷ്യലാണെന്ന് ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ തോന്നും. ഫാൻസി ബ്രേക്ക്ഫാസ്റ്റുകളൊന്നും ഇപ്പോൾ തീരെ താല്പര്യമില്ല. നല്ല ദോശയും ചട്നിയും ഇഡ്ഡലിയും സാമ്പാറും അതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും ഇഷ്ടം. അതൊക്കെ തന്നെയാണ് അമ്മ ഉണ്ടാക്കണത്. നമ്മുടെ വീടും ഗേറ്റും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് പടിക്ക് പോയി പാലെടുത്തിട്ട് വരിക എന്നുള്ളത് അച്ഛൻ്റെ ഡ്യൂട്ടിയാണ്. നമ്മുടെ വീട്ടിൽ ഇന്നും പേപ്പർ ഇടാൻ വരുന്നത് സൈക്കിളിൽ ബെല്ലൊക്കെ അടിച്ച് വരുന്ന ഒരു ചേട്ടന്. ഇപ്പോഴും എനിക്ക് ഈ കാഴ്ചയൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത് ഞാൻ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. നമ്മളിതുപോലെ എല്ലാ വീക്കിനും വീട്ടിലേക്കൊക്കെ പോകുകയെന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യണവർ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ എപ്പോഴും വീട്ടിൽ പോകണേ, അതിന് മാത്രം വീട്ടിൽ എന്താ ഉള്ളത് എന്നുള്ളത്. അതിനുത്തരം കൊടുക്കുന്ന കുറച്ച് വിഷ്വൽസാണ് ഇനിയുള്ളത്. അങ്ങനെ നല്ല ഇഡലിയും ഉള്ളി സാമ്പാറൊക്കെ കഴിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഡീപ്പ് ക്ലീനിങ് അകത്തും പുറത്തൊക്കെ നടക്കുന്ന ദിവസമായിരുന്നു. ഇത്രയും ഹൈറ്റുള്ളതുകൊണ്ട് ക്ലീൻ ചെയ്തെടുക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് പിന്നെ അമ്മയുടെ തയ്ക്കുന്ന കുറച്ച് സാമഗ്രികളാണ്. ഇതുപോലെ മെഷീനും തയ്പ്പൊക്കെ വീട്ടിലുള്ളവർക്ക് മനസ്സിലാവും. ഈ ഒരു ഏരിയ വൃത്തിയാക്കി വയ്ക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഇവിടെ എപ്പോഴും മെസ്സിയായിരിക്കും. പിന്നെ ഇത് ഓണം കഴിഞ്ഞിട്ട് പെരപ്പുറത്ത് കയറിയ തൃക്കാക്കരപ്പനും വാമനനും മുത്തശ്ശിയും അമ്മിയും ഒരലും ചിരവയും അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് അടുത്ത ഓണം വെയിറ്റ് ചെയ്തിട്ട്. ഇവരുടെ സ്ഥാനം ഇപ്പോഴും ഇവിടെ തന്നെയാണ്. ഇത് മുത്തശ്ശൻ്റെ ചാരുകസേര. ഇതിപ്പോൾ നമ്മൾ പൊടി തട്ടെടുത്ത് മിനുക്കി നമ്മളതൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് പിന്നെ നമ്മുടെ പൂജാ റൂമിൽ ക്ലീനിങ് വെയിറ്റ് ചെയ്തിരിക്കുന്ന അവിടുത്തെ മുക്കും മൂലയും ബുക്കുകളും ഫോട്ടോസും അതൊക്കെയാണ്. ഇത് നമ്മുടെ ഒരു കുഞ്ഞു പറമ്പാണ്. ഇവിടെ അത്യാവശ്യം പച്ചക്കറിയും പിന്നെ ഏറെക്കുറയും ചക്കയും മാങ്ങയും നന്നായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സീസണിലും അമ്മ അതൊക്കെ വേവിച്ച് ഫ്രീസ് ചെയ്ത് വെക്കും. അതുകൊണ്ട് സീസൺ അല്ലെങ്കിൽ പോലും ഇപ്പോൾ പോലും നമ്മുടെ വീട്ടിൽ മാമ്പഴ കൂട്ടാറുണ്ട്. ഇത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നീണ്ടൊരു വഴിയാണ്. ഈ വഴി ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്രയും ഒട്ടും സ്പേസ് ഇല്ലാത്ത പോലെയൊക്കെ തോന്നും. ഇത് കഴിയുമ്പോൾ കണ്ടോ, ഇത്രയും സ്പേഷ്യസ് ആയിട്ടൊരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. ഈ ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ രണ്ട് സൈഡിലും പായലൊക്കെ നിറഞ്ഞ മതിൽ കാണാൻ പറ്റും. പക്ഷെ അതിൻ്റെ താഴെ നിറയെ ചെടികളും കാണാൻ പറ്റും. അതാണ് നമ്മുടെ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഏരിയയിൽ തന്നെ നമ്മുടെ വീട് അറിയപ്പെടുന്നത് ചെടി വീടെന്നാണ്. ചെടിയെന്ന് പറഞ്ഞാൽ വെറും ചെടികളല്ല, എല്ലാം പൂക്കളാണ്. എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ ഷോർട്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കാണാൻ പറ്റും ഒരു പൂവിൻ്റെ 10 കളറ്, വേറൊരു പൂവിൻ്റെ 5 കളറ്, വേറൊരു പൂവിൻ്റെ 8 കളറ്. ഇങ്ങനെ അതെല്ലാം കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അമ്മയുടെ ഹോബി. വീടിന് ചുറ്റും നിറയെ പൂക്കളാണ്. അമ്മയെ അതുകൊണ്ട് നമ്മൾ വിളിക്കുന്നത് പുഷ്പദേവത എന്നും.
നമ്മുടെ വീട്ടിൽ നമ്മളെക്കാൾ കൂടുതൽ സ്ഥാനമുള്ള ആളാണ് ഈ നിൽക്കുന്നത് വാസു. വാസു വന്നേ പിന്നെ വീട്ടിൽ വേറൊരാൾ വരില്ല എന്ന് മാത്രമല്ല, ഒരു കിളി പോലും വരുന്നില്ല എന്നാണ് അമ്മ പറയണത്. അവനെല്ലാവരും ഓടിച്ചു വിടും. ഇതെല്ലാം വർക്ക് ഫ്രം ഹോം ഒക്കെ എടുത്ത് വീട്ടിൽ വരുമ്പോൾ നമ്മളിരുന്ന് ജോലി ചെയ്യുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ ഇരുന്ന് ജോലി ചെയ്യണേക്കാൾ കൂടുതൽ ഈ ജനലിൽ കൂടെ പുറത്ത് നോക്കി കാഴ്ചയും കണ്ടിരിക്കലാണ് പരിപാടി. വീട്ടിലുള്ളപ്പോഴൊക്കെ വീട്ടിൽ സന്ധ്യയാവുന്നതും ഭയങ്കര സ്പെഷ്യലാണ്. ഏർലി മോർണിംഗും അതുപോലെ സന്ധ്യാസമയമാണ് ഫേവറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത് ചുറ്റും ഭയങ്കര കാമായിരിക്കും. ഇതുപോലെ അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കാൻ പറ്റും. പിന്നെ മേലൊക്കെ കഴുകി വന്ന് നമ്മൾ ഭസ്മം തൊടുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല്, വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ടാകുമ്പോൾ ആ ചന്ദനത്തിരിയുടെയൊക്കെ ഒരു സ്മെല്ല്, അതൊക്കെ ഭയങ്കര സ്പെഷ്യലാണ്. ഇത് നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് ഇരിക്കുന്ന ഗുരുവായൂരിൽ മേടിച്ച വലിയൊരു കൃഷ്ണനാണ്. കൂടെ തന്നെ ഗുരുവായൂരിൽ മേടിച്ച ഒരു കുട്ടി കൃഷ്ണനും ഇവിടെ ഉണ്ട്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഭഗവതിയും ഭദ്രകാളിയും ബ്രഹ്മരക്ഷസൊക്കെ ഇരിക്കുന്ന ഒരു കുഞ്ഞി അമ്പലമുണ്ട്. നമ്മുടെ ഈ ഏരിയയിലൊക്കെ തറവാട് വീടുകളൊക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും ഒരു സർപ്പക്കാവൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഇതാണ്. ഇങ്ങനെയൊക്കെയാണ് വീട്ടിലുള്ള 2 ദിവസം ദാന്ന് പറഞ്ഞു കഴിഞ്ഞു പോകുന്നത്. ഞായറാഴ്ച ഉച്ചയാകുമ്പോൾ തൊട്ട് നാളെ തിരിച്ചു പോകണമല്ലോ എന്നുള്ളൊരു വിഷമം തുടങ്ങും. വെള്ളിയാഴ്ച വൈകുന്നേരം തിരിച്ച് വരാമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് പിന്നെ ആരാഴ്ച കടന്നു പോകുന്നത്. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം.